അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സം ഓഫ് ടു നമ്പേഴ്സ് ഇസ് 2490. If 6.5% of one number is equal to 8.5% of the other, the greater number is 1079, 1250, 1380, 1411. സോൾവ് ചെയ്തേ. രണ്ട് നമ്പറിന്റെ സമ്മ് 2490 ആണ്. 6.5% of one number is equal to 8.5% of other number. The greater number is. ഓക്കെ, ഗ്രേറ്റർ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രേറ്റർ നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗ്രേറ്റർ നമ്പർ എന്നുള്ളത് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പം മറ്റേ നമ്പർ എത്ര ആയിരിക്കും? മറ്റേ നമ്പർ ഗ്രേറ്റർ നമ്പർ നമ്മൾ അസ്യൂം എക്സ് ആണ്. മറ്റേ നമ്പർ എത്ര ആയിരിക്കും? 2490 മൈനസ് എക്സ്. അതായത് സം നമുക്കറിയാം 2490 എന്നറിയാം. അപ്പൊ അത് മൈനസ് എക്സ് ചെയ്താൽ നമുക്ക് മറ്റേ നമ്പർ കിട്ടും. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 6.5% ഓഫ് വൺ നമ്പർ ഈസ് ഈക്വൽ ടു 8.5% ഓഫ് അതർ നമ്പർ. ഈ 6.5% ഓഫ് ഇവിടെ ഞാൻ എക്സ് കൊടുക്കുമോ 2490 മൈനസ് എക്സ് കൊടുക്കുമോ? ഏത് കൊടുക്കും? 6.5% ഓഫ് വൺ നമ്പർ ഈസ് ഈക്വൽ ടു 8.5% ഓഫ് അതർ നമ്പർ. അപ്പൊ ഇവിടെ 6.5% ചെറിയ പെർസെന്റേജ് ആണ്. ഇവിടെ എന്തായിരിക്കും? വലിയ നമ്പർ ആയിരിക്കും. വലിയ നമ്പർ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? എക്സ് എന്നാണ്. ഇവിടെ എന്ത് വരും? 2490 മൈനസ് എക്സ് എന്ന് വരും. രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പം ചെറിയ ശതമാനം വരുമ്പോൾ ഇവിടെ എന്താണ്? വലിയ നമ്പർ വരണം. ഇവിടെ വലിയ ശതമാനം ആയതുകൊണ്ട് ഇവിടെ ചെറിയ നമ്പറും വരണം. ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, 6.5 ബൈ 100, 8.5 100 പോയി. 65 85 ആണെന്ന് വിചാരിക്കുക. രണ്ടിടത്തും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പം ബാക്കി 5 കൊണ്ട് കട്ട് ചെയ്താൽ എന്ത് വരും? ഇവിടെ 13x ഇവിടെ 17 into 2490 മൈനസ് എക്സ് എന്ന് വരും. അത് 100 കട്ട് ചെയ്തു, പിന്നെ 5 കൊണ്ട് കട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഡെസിമലും മാറ്റി. അപ്പോഴാണ് 13ഉം 17ഉം വന്നേക്കുന്നത്. നോക്കിയാൽ മതി. ഇനി 17 into 2490 മൈനസ് 17x. ഈ 17x ഇങ്ങോട്ട് എടുത്തു. 30x എന്ന് പറയുന്നത് 17 into 2490. x എന്ന് പറയുന്നത് 17 into 2490 by 30. എന്ത് വരും? 0 ഇതും പോയി 83 എന്ന് വരും. 83 into 17. 83 into 17 എത്രയാ? 1411 എന്ന് വരും. 1411. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി, 1411. നമുക്കിപ്പോ 83 into 17 ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ ഓപ്ഷൻസ് നോക്കിയേ. 1079, 1250, 1380, 1411. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാതെ തന്നെ ഇപ്പൊ 17 into 83, 17 into 83 ഇതിന്റെ പ്രോഡക്റ്റ് യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 7 into 3 എത്ര? 21. അപ്പൊ 1 വരത്തുള്ളൂ ലാസ്റ്റ് ഡിജിറ്റ്. ലാസ്റ്റ് ഡിജിറ്റ് 1 വരുന്നത് ആകെ ഓപ്ഷനിൽ ഏതാ ഉള്ളത്? 1411 മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുക, നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. സിംപ്ലിഫിക്കേഷൻ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും ചെയ്യുക. അതായത് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് ചെയ്യുന്നതുകൊണ്ട് 1 വരുന്നത്. 1 സെൻഡ് ചെയ്യുന്ന വേറെ ഒരു നമ്പറും ഇല്ല. വേറെ നമ്പർ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. നൺ ഓഫ് ദീസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. അല്ലാത്ത കേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ. If A's salary is 30% less than that of B, then how much percentage is B's salary more than that of A? 42 6/7, 30%, 41 6/7, none of these. എയുടെ സാലറി എന്ന് പറയുന്നത് 30% കുറവാണ് ബി എക്കാട്ടിലും. അങ്ങനെയാണെങ്കിൽ ബിയുടെ സാലറി എക്കാട്ടിലും എത്രയാണ് കൂടുതൽ? നമ്മൾ നേരത്തെ ചെയ്താ. അപ്പൊ ബിയുടെ സാലറി നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യും? 100 അസ്യൂം ചെയ്യും. എയുടെ സാലറി എത്രയാ? എയുടെ സാലറി വേണ്ടിയിട്ട് 30% കുറവാണ്. 30% കുറയുമ്പോൾ ഇത് എത്രയായി? 70 ആയി. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഹൗ മച്ച് പെർസെന്റ് ഇസ് ബി സാലറി മോർ ദാൻ ദാറ്റ് ഓഫ് എ? എക്കാട്ടിൽ എത്ര ശതമാനമാണ് ബിയുടെ സാലറി കൂടുതൽ? എത്രയാ കൂടുതൽ? 30 ആണ് കൂടുതൽ. എ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. കാര്യം ഇത് ദാൻ കഴിഞ്ഞ് വരുന്ന ടേം. ദാൻ ഏതാ നോക്കിയേ? ഹൗ മച്ച് പെർസെന്റേജ് ബി സാലറി മോർ ദാൻ ദാറ്റ് ഓഫ് എ? ദാൻ കഴിഞ്ഞ് വരുന്ന ടേം എ ആണ്. അപ്പൊ 30/70 into 100. 0 3/7 വരും. 3/7 എന്ന് പറയുന്നത് 1/7 14.28 ആണ്. 1/7 എന്ന് പറയുന്നത് നമുക്കറിയാം 14.28 ആണ്, അല്ലെങ്കിൽ 14 2/7 ആണ്. അങ്ങനെയാണെങ്കിൽ 3/7 എത്ര ആയിരിക്കും? 42 6/7% കിട്ടുമല്ലോ. നോക്കിയാൽ മതി, ഓപ്ഷൻസോട് നോക്കിയാൽ മതി. 42 6/7% 1/7 അറിയാമെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റും. 42 6/7% കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 43. The population of a town is 8,000. It increases by 10% during the first year and 20% during the second year. What is the population after 2 years? 12,500, 18,520, 10,560, 16,320. പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇപ്പൊ എത്രയാണ്? 8,000 ആണ്. ഓക്കെ, 10% ഇൻക്രീസ് ആയിരിക്കുന്ന ആദ്യത്തെ വർഷം.
രണ്ടാമത്തെ വർഷമോ 20%. അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ ആഫ്റ്റർ 2 ഇയേഴ്സ്. പോപ്പുലേഷൻ ആഫ്റ്റർ 2 ഇയേഴ്സ് നമുക്ക് ഇക്വേഷൻ അറിയാം. പോപ്പുലേഷൻ ആഫ്റ്റർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോപ്പുലേഷൻ അറിയാം 8000 ഇൻറ്റു 1 പ്ലസ് r/100 ടു ദ പവർ n ആണ്. പക്ഷേ ഇവിടെ ഓരോ വർഷം ഓരോ റേറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ 1 പ്ലസ് ഫസ്റ്റ് ഇയറിൽ 10% ആണ്, അടുത്ത വർഷം എത്രയാണ് 20% ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ കിട്ടും. നമുക്ക് പോപ്പുലേഷൻ ആഫ്റ്റർ 2 ഇയേഴ്സ് കിട്ടും. അത് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. ഇത് ഞാൻ നെറ്റ് എഫക്ട് വെച്ചിട്ടുള്ള ഷോർട്ട് കട്ട് a+b+ab/100 വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അത് പോപ്പുലേഷൻ ആദ്യം 10% ഇൻക്രീസ് ചെയ്ത് പിന്നെ 20% ഇൻക്രീസ് ചെയ്ത് അപ്പോൾ എന്താ 10 പ്ലസ് 20 പ്ലസ് 10 ഇൻറ്റു 20/100 എത്ര 32% ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പം 8000 എന്നുള്ള സാധനം 32% കൂടി. 8000ന്റെ 32% എത്ര വരും? 8000ന്റെ 32% 2560 വരും. അത്രയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പൊ എത്രയാ 10560. 10560. അതായത് ഓപ്ഷൻ സി 10,516 വരും. 10,516. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10,516 വരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് 110/100 120/100 സിംപ്ലിഫൈ ചെയ്യുക, കട്ട് ചെയ്യുക എല്ലാം ചെയ്യുന്നത് 10,516 വരും. അതല്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നെറ്റ് എഫക്ട് 32% കൂടിയേക്കുന്നത്. 8000ന്റെ 32% എന്ന് പറയുന്നത് 2560 ആണ്. അത് 8000 കൂട്ടി 10560 കിട്ടും. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. The population of a town is 10,000. It increases by 10% during the first year. During the second year, it decreases by 20% and increases by 30% during third year. What is the population after 3 years? 12,120, 15,300, 11,440, 18,300. ഇത് 3 ഇയേഴ്സിലേക്ക് വരുന്നുണ്ട്. നെറ്റ് എഫക്ട് 3 ഇയേഴ്സ് വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ലെങ്തിയാണ്. അതിലും എളുപ്പം അല്ലാതെ തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം 3 ഇയേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ ഒന്നുകിൽ 2% എടുത്തിട്ട് അതിന്റെ നെറ്റ് എഫക്ട് കണ്ടുപിടിച്ചിട്ട് അതും തേർഡും കൂടെ എടുത്തിട്ടും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അല്ലാതെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഇത് 3 ഇയേഴ്സ് ആയതുകൊണ്ട്. ഓക്കെ, പോപ്പുലേഷൻ ആഫ്റ്റർ 3 ഇയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. പോപ്പുലേഷൻ ആഫ്റ്റർ 3 ഇയേഴ്സ്. ഇപ്പൊ എന്ത് വരും? ഇപ്പോഴത്തെ പോപ്പുലേഷൻ അറിയാം 10,000 ഇൻറ്റു 1 പ്ലസ് 10% ആദ്യത്തെ വർഷം കൂടി. അപ്പൊ 1 പ്ലസ് 10/100 ഒരു വർഷം. അടുത്ത വർഷത്തേക്കോ 20% കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു? മൈനസ് ഇട്ട് കൊടുത്തു. അടുത്ത വർഷമോ 30% കൂടി. അവിടെ 1 ഇയർ അല്ല 1 ഇയർ എന്നുള്ളതാണ്. പോപ്പുലേഷൻ ആഫ്റ്റർ കേസ് സിംപ്ലിഫൈ ചെയ്തേ. 10,000 ഇൻറ്റു 110/100 ഇൻറ്റു 80/100 ഇൻറ്റു 130/100. ഇത് പോയി 2 സീറോയും പോയി. ഇനി എന്താ 110 ഇൻറ്റു 8 ഇൻറ്റു 30 എന്ന് വരും. എത്ര കിട്ടിയത്? 11440. 11440. ഓപ്ഷൻ സി 11440. പോപ്പുലേഷൻ ആഫ്റ്റർ 10 ഇയേഴ്സ് എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യും. ഇങ്ങനെ ചെയ്യാം. 2 ഇയേഴ്സ് ഒക്കെയാണ് നേരെ നെറ്റ് എഫക്ട് വെച്ച് അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 3 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഇതിൽ ലെങ്തിയാണ്. അതിൽ നല്ലത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നെറ്റ് എഫക്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 11,440 എന്ന് കിട്ടും. 11,440. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. 3.5% of income is taken as tax. 12.5% of the remaining is saved. This leaves rupees 4,053 to spend. What is the income? 4,700, 2,200, 5,200, 4,800. ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് റുപ്പീസ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 3.5% ആദ്യം ടാക്സ് ആയിട്ട് പോയി. ഓക്കെ, ബാക്കിയുള്ളതിന്റെ 12% സേവ് ചെയ്തേക്കുന്നത്. നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് ആണ് തന്നേക്കുന്നത്. എത്രയാണ്? 4,053 എന്നുള്ളത്. ഇൻകം എത്രയാണ്? സെയിം ടൈപ്പ് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, 3.5% ടാക്സ് ആയിട്ട് പോയാൽ ബാലൻസ് എത്രയുണ്ട്? 96% അല്ലേ? 96% ബാലൻസ് ഉള്ളത്. ഓക്കെ, ഇതിന്റെ 12% സേവ് ചെയ്തത്. സേവ് ചെയ്ത എമൗണ്ട് നമുക്ക് വേണ്ട, കാര്യം നമുക്ക് സ്പെൻഡ് ചെയ്തതിന്റെയാണ് 4,053 തന്നേക്കുന്നത്. അപ്പൊ 12% സേവ് ചെയ്താൽ ബാലൻസ് എത്രയാ? 87%. അതാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 4,053 തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ 87% ഓഫ് 96.5% എക്സ് എന്ന് പറയുന്നത് 4,053. ഇതിന് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്കറിയാം 12.5% എത്ര? 1/8 ആണ്. അപ്പൊ 87.5% എത്രയാ? 7/8 ആണ്. ഇൻറ്റു 96.5/100 എന്ന് വരും. ഞാൻ അത് ഡെസിമൽ മാറ്റാൻ വേണ്ടി
1000 എന്ന് കൊടുത്തു ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 4053. എക്സിന്റെ വാല്യൂ എത്ര? സിംപ്ലിഫൈ ചെയ്തേ. 3 into 8 into 1000 by 7 into 965. സിംപ്ലിഫൈ ചെയ്തത് 7 വെച്ചിട്ട് കട്ടാവും. 579 എന്ന് കിട്ടും. അത് ഇനി ബാക്കി 5 വെച്ച് കട്ടാവുന്നത് 193 എന്ന് കിട്ടും. 193 ഇതും കൂടെ 3 ടൈംസ് പോകും. ഡിനോമിനേറ്റർ എല്ലാം പോയി. ഇനി എന്ത് വരും? 3 into 8 into 200. അപ്പൊ എത്രയാ? 4800 എന്ന് കിട്ടും. സിംപ്ലിഫിക്കേഷൻ നോക്കിയാൽ മതി. 4800 ആണ് ഇൻകം എന്ന് കിട്ടുന്നത്. 3.5% നമുക്ക് എന്തായി? ടാക്സ് ആയിട്ട് പോയി. ബാലൻസ് എത്രയുള്ള? 96%. ഇതിന്റെ 12% സേവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് തന്നിരിക്കുന്നത്. അപ്പൊ സ്പെൻഡ് ചെയ്യുന്ന എത്രയാ? ബാലൻസ് 87.5% ആണ്. അപ്പൊ 87.5% ഓഫ് 96.5% ഓഫ് എക്സ് എന്ന് പറയുന്നത് 4053 ആണ്. സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഈ പെർസെന്റേജ് ഫ്രാക്ഷന്റെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. 87% എത്രയാ? 7/8 ആണ്. 12.5% 1/8 ആണ് നമുക്കറിയാം. അപ്പൊ 87.5% എത്ര? 7/8 ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫുൾ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് 4800 എന്ന് കിട്ടും. 4800 ഓപ്ഷൻ ഡി 4800 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 46ാമത്തെ ക്വസ്റ്റ്യൻ. The population of a town is 8000. The males increase by 6% and the female by 10%. The population will be 8600. Find the number of females in the town. 2000, 3000, 1800, 3500. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് 8000 ആണ് ഒരു ടൗണിന്റെ പോപ്പുലേഷൻ. ആണുങ്ങളുടെ എണ്ണം 6%, പെണ്ണുങ്ങളുടെ എണ്ണം 10% കൂട്ടിക്കഴിഞ്ഞാൽ 8000 എന്നുള്ളത് 8600 എത്തും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ഫീമെയിൽ ആണ് ഒറിജിനലി ആ ടൗണിലുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. 2000, 3000, 1800, 3500. ഓക്കെ, ഫീമെയിലിന്റെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. നമ്മളത് എക്സ് ആയിട്ട് എടുത്തു. ഫീമെയിൽ എക്സ് ആണെങ്കിൽ മെയിൽ എത്ര ആയിരിക്കും? ടോട്ടൽ നമുക്കറിയാം എന്താണ്? 8000 ആണ്. അപ്പൊ 8000 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി മെയിൽ 6%, ഫീമെയിൽ 10% കൂടി 10% കൂടി കഴിഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം? 110% പ്ലസ് 6% കൂടുന്ന സാധനമോ 106% 8000 മൈനസ് എക്സ്. ഇത് തമ്മിൽ കൂട്ടുന്നതാണ് എത്രയാണ് കിട്ടുന്നത്? നമുക്ക് ഇപ്പോഴത്തെ പോപ്പുലേഷൻ എത്രയാ? 8600 ആണ്. ഇത് സോൾവ് ചെയ്യുക, നമുക്ക് എക്സിന്റെ വാല്യൂ, അതായത് ഫീമെയിൽസിന്റെ വാല്യൂ കിട്ടും. എത്രയാണ്? ഓക്കെ, ഇതാണ് ജനറൽ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇത് വേറെ എളുപ്പത്തിൽ നമുക്ക് ഓപ്ഷൻ സി ട്രൈ ചെയ്യാം. ഓപ്ഷൻ സി ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഫീമെയിലിന്റെ എണ്ണം 2000 ആണ്. ഫീമെയിൽ 2000 ആണ്. മെയിൽ എത്രയായിരിക്കും? 6000 ആയിരിക്കത്തില്ലേ? 6000 എങ്ങനെയാ വന്നത്? ടോട്ടൽ 8000 ആണെന്ന് നമുക്കറിയാം. അപ്പം മെയിൽ 6000 ആയിരിക്കും. ഫീമെയിൽ 10% കൂടി എന്നാ പറഞ്ഞത്. 10% കൂടിയാൽ എത്രയാ? 2000ന്റെ 10% 200. മെയിൽ ആണെങ്കിലോ 6%. 6000ന്റെ 6% എത്രയാ? 360. ഇത് തമ്മിൽ കൂട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 560 ആണ് കിട്ടുന്നത്. 560. ശരിക്കും നമുക്ക് എത്ര കിട്ടണ്ടേ? 8000 നിന്ന് 8600 എത്തിയേക്കുന്നത്. 600 കൂടണമായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ അല്ല. അടുത്ത ഓപ്ഷൻ എടുത്തു. ഫീമെയിൽ 3000. ഫീമെയിൽ 3000 ആണ്. മെയിൽ എത്ര ആയിരിക്കും? മെയിൽ ബാലൻസ് 5000 ആയിരിക്കത്തില്ല. ടോട്ടൽ 8000 ആണ്. അപ്പൊ ഫീമെയിലിന്റെ 3000ന്റെ 10% കൂടി. അപ്പൊ എത്ര? 300 ആണ് കൂടിയേക്കുന്നത്. മെയിലിന്റെ 6%, 5000ന്റെ 6% എത്രയാ? അത് 300 ആണ്. തമ്മിൽ കൂട്ടുന്നുണ്ടെങ്കിൽ എത്ര കിട്ടും? നമുക്ക് 600 തന്നെ കിട്ടും. നമുക്ക് 600 അല്ലായിരുന്നോ വേണ്ടേ? അതെ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര? ഫീമെയിൽ 3000. ഓപ്ഷൻ ബി ഫീമെയിൽ 3000 നമുക്ക് കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഫീമെയിലിന്റെ എണ്ണം 3000 തന്നെ കിട്ടും. ഇത് ജനറൽ രീതിയിൽ ചെയ്യുന്നത്. ഓപ്ഷൻസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് 3000 ആണെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 47ാമത്തെ ക്വസ്റ്റ്യൻ. 47. If the price of the commodity be raised by 20%, find by how much percent must a householder reduce his consumption of the commodity so as not to increase his expenditure? 12 2/3%, 18 2/3%, 16 2/3%, 10 2/3%. ഒരു സാധനത്തിന്റെ വില 20% കൂട്ടി. അങ്ങനെ ആകുമ്പോൾ അതിന്റെ കൺസംഷൻ എത്ര കുറയ്ക്കണം? എന്തിനാണ്? എക്സ്പെൻസ് സെയിം ആക്കാൻ വേണ്ടി. അതാണ് ചോദിച്ചേക്കുന്നത്. 12 2/3%, 18 2/3%, 16 2/3%, 10 2/3%. ഒരു സാധനത്തിന്റെ വില 20% കൂട്ടി. അങ്ങനെ ആകുമ്പോൾ കൺസംഷൻ എത്ര കുറയ്ക്കണം? എക്സ്പെൻസ് സെയിം തന്നെ ആയിരിക്കണം. നമുക്കറിയാം എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താ? പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ്. പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ്. നമ്മൾ R = P × Q ഫോർമാറ്റ് തന്നെ. പ്രൈസ് കൂടി കൺസംഷൻ എത്ര കുറയ്ക്കണം? ഞാൻ നേരത്തെ ഇത് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് ആദ്യം 100 ആയിട്ട് അസ്യൂം ചെയ്താൽ മതി. എക്സ്പെൻസ് 100 ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രൈസ് 20% കൂടുമ്പോൾ എക്സ്പെൻസ് എത്രയായി? 120 എത്തി.
ഈ 120 എത്തിയേക്കുന്ന തിരിച്ച് 100 എത്തിക്കാൻ വേണ്ടി എത്രയാ കുറയ്ക്കണ്ടേ? 20 കുറയ്ക്കേണ്ടത്. എവിടുന്നാ കുറയ്ക്കേണ്ടത്? 120 നിന്നാണ് കുറയ്ക്കേണ്ടത്. ഇൻറ്റു 100 എന്ത് വരും? 1/6 എന്ന് വരും. 1/6 ഇൻറ്റു 100. 1/6 എന്ന് പറയുമ്പോൾ എത്രയാ? 16.66% ആണ്. നമുക്കറിയാം 1/6 അല്ലെങ്കിൽ 16 2/3% ആണ്. ഏത് ഓപ്ഷനാണ് വന്നേക്കുന്നത്? ഓപ്ഷൻ സി 16 2/3% കിട്ടും. നമ്മൾ ഇതുപോലത്തെ ടൈപ്പ് കുറെ ചെയ്ത 100 ആയിട്ട് ആദ്യം എടുക്കും. പ്രൈസ് 20% കൂടി, അപ്പൊ എക്സ്പെൻസ് എത്ര? 120 എത്തി. അത് തിരിച്ച് 100 എത്തിക്കാൻ 220 100 എത്തിക്കാൻ 20 കുറയ്ക്കണം. എത്രയും 120. അപ്പൊ 20/160. അപ്പൊ 1/6 ആണ് കിട്ടി. നേരെ നമുക്ക് എഴുതാം 16.66 എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 48ാമത്തെ ക്വസ്റ്റ്യൻ. 48. A number is 50% more than the other. Then how much percent is second number less than the first? 33 1/3%, 35 1/2%, 28 2/6%, 30 1/3%. ഒരു നമ്പർ മറ്റേ നമ്പറിനെക്കാട്ടിലും 50% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് പെർസെന്റ് ഇസ് ദ സെക്കൻഡ് നമ്പർ ലെസ് ദാൻ ദ ഫസ്റ്റ്? ഓക്കെ, അപ്പം സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നതാണ് ചെറിയ നമ്പർ. അപ്പൊ സെക്കൻഡ് നമ്പർ നമ്മൾ അസ്യൂം ചെയ്ത് എത്രയാണ്? 100 ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പൊ ഫസ്റ്റ് നമ്പർ എത്രയാ? ഫസ്റ്റ് നമ്പർ അപ്പൊ എത്രയാ? നമുക്കറിയാം എന്താണ്? 50% കൂടുതലാണ് തന്നിട്ടുണ്ട്. അപ്പൊ 100ന്റെ 50% കൂടുന്നുണ്ടെ 150 കിട്ടി. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ ഇവിടെ? ഹൗ മച്ച് പെർസെന്റ് ഈസ് ദ സെക്കൻഡ് നമ്പർ ലെസ് ദാൻ ദ ഫസ്റ്റ്? എത്രയാണ്? ലെസ് ദാൻ മോർ ദാൻ വരുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ദാൻ കഴിഞ്ഞ് വരുന്ന ടൈം ആയിരിക്കും ഡിനോമിനേറ്റർ. ദാൻ കഴിഞ്ഞ് വരുന്നത് എന്താ? ഫസ്റ്റ് ആണ്. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 150 ആണ്. ലെസ് ദാൻ എന്നുള്ളതാണ്. ഇൻറ്റു 100. അപ്പൊ 50/150 എന്ന് പറയുമ്പോൾ എത്ര? 1/3 ആണ്. 1/3 എന്നത് 33.33% അല്ലെങ്കിൽ 33 1/3%. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. നമ്മൾ ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യും 100 ആയിട്ട്. അത് വെച്ച് റെസ്പെക്ട് നമ്മൾ ചെയ്യും. ഓക്കെ, അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ. Express 250 as a percentage of 50. 500%, 600%, 800%, 400%. 250 as a percentage of 50. അപ്പൊ ഓഫ് കഴിഞ്ഞ് വരുന്ന ടൈം എവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ 250/50 ഇൻറ്റു 100. അപ്പൊ എന്ത് വരും? ഇത് 500% എന്ന് വരും. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്തല്ല 500%. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്തല്ല എങ്ങനെ എക്സ്പ്രസ് എ ആസ് എ പെർസെന്റേജ് ഓഫ് ബി, എ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ബി, അങ്ങനെ എല്ലാം വരുമ്പോൾ ഓഫ് കഴിഞ്ഞ് വരുന്ന ടൈം ആയിരിക്കും എന്ത്? ഡിനോമിനേറ്ററിൽ വരുന്നത്. ലെസ് ദാൻ മോർ ദാൻ വരുന്ന കേസിലാകുമ്പോഴോ ന്യൂമറേറ്ററിൽ അതിന്റെ ഡിഫറൻസും ഡിനോമിനേറ്ററിൽ ദാൻ കഴിഞ്ഞ് വരുന്ന ടേമും ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If the salary of a worker is first decreased by 20% and then increased by 10%, what is the percentage effect on his salary? 50ാമത്തെ ക്വസ്റ്റ്യൻ. സാലറി ആദ്യം 20% കുറച്ചു, പിന്നെ 10% കൂട്ടി. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഇഫക്ട് ഓൺ ദി സാലറി -18%, 17%, -12%, -20%. ഓക്കെ, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? നെറ്റ് എഫക്ട് വെച്ചിട്ട് A + B + AB/100. ആദ്യം 20% കുറച്ചപ്പോ -20, പിന്നെ 10% കൂട്ടി +10 -20 ഇൻറ്റു 10/100. എന്ത് വരും? -20 + 10 -10 -10 -2 എന്ന് വരും. അപ്പൊ -12% എന്ന് വരും. അത് 12% കുറഞ്ഞു. ഇൻ എഫക്ട് 12% സാലറി കുറഞ്ഞു. ആൻസർ ഓപ്ഷൻ സി. 50ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. നെറ്റ് എഫക്ട് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇതുണ്ട്. ഒരു വാല്യൂ ആദ്യം ഇൻക്രീസ് ചെയ്തു, പിന്നെ ഇൻക്രീസ് ചെയ്തു. നെറ്റ് എഫക്ട് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇവിടുത്തെ കേസിൽ സാലറി ആദ്യം കുറച്ചു, പിന്നെ കൂട്ടി. അന്നേരം അപ്ലൈ ചെയ്യാം. ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ റെക്ടാംഗിൾ, അല്ലെങ്കിൽ മറ്റേ സെയിൽസ് കൂടി, അങ്ങനത്തെ കേസിൽ റവന്യൂവിൽ എന്ത് മാറ്റം വന്നു, അങ്ങനത്തെ കേസിലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? A + B + AB/100% അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇതിന് ആൻസർ -12%. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ. 51. Number of seats in a cinema hall is increased by 25%. The price on a ticket is also increased by 10%. What is the effect on revenue collected? 37.5, 28.5, 25.2, 12.3. സീറ്റ്സിന്റെ എണ്ണം 25% കൂട്ടി, ഒരു ടിക്കറ്റിന്റെ വില 10% കൂട്ടി. അങ്ങനെ ആകുമ്പോൾ റവന്യൂവിൽ എന്ത് മാറ്റമാണ് വന്നേക്കുന്നത്? നേരെ എന്ത് അപ്ലൈ ചെയ്താൽ മതി? നെറ്റ് എഫക്ട്. രണ്ടും ഇൻക്രീസ് ആണ്, രണ്ടും പ്ലസ് ആണ്. 25 + 10 + 25 ഇൻറ്റു 10/100. അപ്പം 35 ഇവിടെ എന്ത് വരും? 2.5 വരും. 37.5% ഡയറക്റ്റ് നെറ്റ് എഫക്ട് വെച്ച് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ആണ്, വളരെ ഈസിയാണ് അത് ചെയ്യാൻ. ഓപ്ഷൻ എ 37.5% വരും.
അടുത്ത 52ാമത്തെ, if one of the sides of a rectangle is increased by 20% and the other is increased by 5%, find the percent value by which area changes. 29%, 18%, 12%, 26%. ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് 20%, ഒരു സൈഡിനെ പറഞ്ഞിട്ടുള്ളൂ ലെങ്ത് 20% എടുത്തു, ലെങ്ത് 20%, ബ്രെഡ്ത്ത് 5% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏരിയയിൽ എന്ത് മാറ്റമാണ് വന്നേക്കുന്നത്? ഏരിയയിൽ എന്ത് മാറ്റമാണ് വന്നേക്കുന്നത്? ഞാൻ പറഞ്ഞായിരുന്നു ഏരിയ ഓഫ് എ സ്ക്വയർ നമ്മൾ ഓൾറെഡി ചെയ്തു. ഏരിയ ഓഫ് എ സർക്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ എല്ലാം വരുന്ന ഉടനെ ലെങ്ത് കൂടി ബ്രെഡ്ത്ത് കൂടി ഏരിയയിൽ എന്ത് മാറ്റമാണ് വന്നേക്കുന്നത്? ഇതിനെല്ലാം നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? നെറ്റ് എഫക്ട് അപ്ലൈ ചെയ്യാം. ഇത് A+B+AB/100. അപ്പൊ ആദ്യം 20% കൂട്ടി, മറ്റേ സൈഡ് 5%. അപ്പൊ 20 + 5 + 20 × 5/100. എന്ത് കിട്ടി? 25ഉം ഇവിടെ 1ഉം കിട്ടും. അപ്പൊ 26% കിട്ടും. 26% ഏരിയ ഇൻക്രീസ് ചെയ്തേക്കുന്നത്. ഓപ്ഷൻ ഡി കിട്ടും. ഓപ്ഷൻ ഡി 26%. ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, ഏരിയ ഓഫ് എ സ്ക്വയർ എന്തായിരുന്നു? സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് എഫക്ട് അപ്ലൈ ചെയ്യാം. അതേപോലെ സർക്കിളിന്റെ πr² ആണ്. അപ്പൊ π കോൺസ്റ്റന്റ് ആയതുകൊണ്ട് റേഡിയസ് മാറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? നെറ്റ് എഫക്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതും വളരെ ഈസി ആയിട്ട് നമുക്ക് A+B+AB/100 വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 53ാമത്തെ ക്വസ്റ്റ്യൻ 53. In an examination, it is required to get 296 of the total maximum aggregate marks to pass. A student gets 259 marks and is decided failed. The difference of marks obtained by the student and that required to pass is 5%. What are the maximum aggregate marks a student can get? 690, 740, 780 cannot be determined. മുസ്ലിം എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പരീക്ഷയുണ്ട്, അതിൽ 296 മാർക്ക് കിട്ടിയാലാണ് പാസ്സാവുന്നത്. പക്ഷെ ആ സ്റ്റുഡന്റിന് എത്രയാണ് കിട്ടിയത്? 259 മാർക്ക് കിട്ടിയുള്ളൂ. അപ്പൊ എന്തായി? ഫെയിലായി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആ മാർക്സ് സ്റ്റുഡൻസിന് കിട്ടിയതും പാസ് മാർക്ക് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5%. അതായത് ടോട്ടൽ മാർക്കിന് 5% ആ ഡിഫറൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാക്സിമം മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മാക്സിമം മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ ചെയ്യും? നമുക്ക് ടോട്ടൽ മാർക്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ മാർക്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി എന്തൊക്കെയാ തന്നേക്കുന്നത്? പാസ് മാർക്ക് വന്നിട്ടുണ്ട് 296. സ്റ്റുഡന്റിന് കിട്ടിയ എത്രയാ? 259. ഇത് രണ്ടും വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് 296 259 ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എത്രയാണ്? 5% തന്നിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ മാർക്കിന്റെ 5%. എത്ര നമുക്ക് തന്നിട്ടുണ്ട് ഡേറ്റ? നമുക്ക് നേരെ ഇതിന്റെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിച്ചൂടെ? ഈ ഡിഫറൻസ് എത്ര കിട്ടി? 37 എന്ന് കിട്ടി. എന്ത്? 5%. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 740 എന്ന് കിട്ടി. ടോട്ടൽ മാർക്സ് 740 ആണ്. നമുക്ക് 5% ഓഫ് എക്സ് 37 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 5/100 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 37, എക്സ് എന്ന് പറയുന്നത് 37 ഇൻറ്റു 100/5, 37 ഇൻറ്റു 20 740. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുന്നത്. പക്ഷെങ്കിൽ ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് ടൈം കളയരുത്. ഇത്ര ആലോചിച്ചാൽ മതി. 5% 37 ആണെങ്കിൽ 100% എത്ര? 100% ആണെങ്കിൽ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 37 ഇൻറ്റു 20 740. അപ്പൊ അങ്ങനെ സ്പീഡി പെർസെന്റേജിന്റെ കാൽക്കുലേഷൻസ് ഫാസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ എക്സാംസിന് പോകുന്നതിന് മുമ്പ് ചെയ്യുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പെർസെന്റേജിന്റെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഈ പെർസെന്റേജസും അതിന്റെ കൺവേർഷൻ, പെർസെന്റേജ് ഫ്രാക്ഷൻസ് കൺവേർഷൻസ് അതെല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ 54. In an examination, 5% of the applicants were found ineligible and 85% of the eligible candidates belong to the general category. If 4,275 eligible candidates belong to other categories, then how many candidates applied for the examination? 30,000, 35,000, 37,000, none of these. എന്താ പറയുന്നത്? ഒരു എക്സാമിനേഷനകത്ത് 5% ആൾക്കാർ ഇന്നെലിജിബിൾ ആയിപ്പോയി. ഓക്കെ, എലിജിബിൾ കാൻഡിഡേറ്റ്സ് ബാക്കിയുള്ളപ്പോൾ എലിജിബിൾ ആണ്. ആ എലിജിബിൾ കാൻഡിഡേറ്റ്സിൽ 85% ഇവിടെ ജനറൽ കാറ്റഗറിയിലുള്ളവളായിരുന്നു. അപ്പൊ 85% ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ ബാക്കി എന്താണ്? ഒബ്വിയസ്ലി അതർ കാറ്റഗറിയിലുള്ള. അങ്ങനെ അതർ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4275 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കാൻഡിഡേറ്റ്സ് ആണ് എക്സാമിന് അറ്റൻഡ് ചെയ്തത്? ടോട്ടൽ കാൻഡിഡേറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ടോട്ടൽ കാൻഡിഡേറ്റ്സിന്റെ നമ്മൾ അസ്യൂം ചെയ്തു, എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 5% ആൾക്കാര് ഇന്നെലിജിബിൾ ആണ്. ഓക്കെ, അപ്പൊ 5% ആൾക്കാർ പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 95% ഉള്ളത്.
95% ആൾക്കാരാണ് ഉള്ളത്. ഇതിന്റെ 85% എലിജിബിൾ കാൻഡിഡേറ്റ്സിന്റെ 85% ആരാണ്? ജനറൽ കാറ്റഗറിയിലാണ് അല്ലെ? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാൻ നോക്കി 85% ഓഫ് ദ എലിജിബിൾ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ദ ജനറൽ കാറ്റഗറി എന്നാണ്. ഇതാണ് എലിജിബിൾ കാൻഡിഡേറ്റ്സ്. ഇതിന്റെ 85% ആണ് എന്ത്? ജനറൽ കാറ്റഗറിയിലുള്ളത്. അപ്പൊ നമുക്ക് അതർ കാറ്റഗറീസിലേ വേണ്ട. അപ്പൊ അതർ കാറ്റഗറീസിൽ എത്രയായിരിക്കും? ബാക്കി 15% അല്ലേ? കാര്യം അതർ കാറ്റഗറീസ് എടുക്കാൻ കാര്യം എന്താ? അതിന്റെ ഡേറ്റ നമുക്ക് തന്നേക്കുന്നത് 4275 എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അതർ കാറ്റഗറീസിന്റെ എണ്ണമാണ് എടുക്കാൻ. അപ്പോൾ 85% ജനറൽ കാറ്റഗറി ആണെങ്കിൽ 15% ആയിരിക്കും എന്ത്? അതർ കാറ്റഗറി. അപ്പൊ 15% ഓഫ് 95% ഓഫ് എക്സ് എന്ന് പറയുന്നത് 4275. എക്സ് എന്ന് പറയുന്നത് എന്താ? 4275 ഇൻറ്റു 100 ഇൻറ്റു 100 ബൈ 15 ഇൻറ്റു 95. ഇനി സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്തേ. 5 വെച്ച് കട്ട് ചെയ്തു 3 ആയി. 5 വെച്ചത് പോകുന്നത് എന്ത് വരും? 8 5 5 വരും. ഇനി ഇത് 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. 3 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 2 8 5 എന്ന് വരും. ഇനി എന്ത് വരും? 95 3 ടൈംസ് ആ വരുന്നത്. അതെല്ലാം കട്ട് ചെയ്ത അവസാനം 3 മാത്രം വന്നു. 3 ഇൻറ്റു 100 ഇൻറ്റു 100 30,000 എന്ന് വരും. അത് ടോട്ടൽ കാൻഡിഡേറ്റ്സ് 30,000 ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് ടോട്ടൽ കാൻഡിഡേറ്റ്സ് എക്സ് ആയിട്ട് എടുത്തു. 5% ആൾക്കാർ ഇൻഎലിജിബിൾ ആയിരുന്നു. ബാക്കി എത്ര ഉണ്ട് എലിജിബിൾ? 95%. അതിന്റെ 85% ജനറൽ കാറ്റഗറിയിലാണ്. അപ്പൊ അതർ കാറ്റഗറിയിൽ ഏതാ? അതിന്റെ 15%. 15% ഓഫ് 95% ഓഫ് എക്സ് എന്ന് പറയുന്നത് 4275. ഇതാണ് നമുക്ക് ഡേറ്റ തന്നേക്കുന്നത്. ഇക്വേറ്റ് ചെയ്തു, സോൾവ് ചെയ്തു. നമുക്ക് എത്ര കിട്ടി? 30,000 എന്ന് കിട്ടി. 30,000 എന്ന് പറയുന്ന ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ. അടുത്ത 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. The firm uses the following function to calculate the production output. PO equals 5.3 C square L to the power 5. Where C is the capital invested and L is the labor employed. If the capital invested is increased by 20%, the change in the production output will be 20% decrease, 32% increase, 44% increase, 56% increase. Production output എന്ന് പറയുന്നത് 5.3 C square L to the power 5 ആണ്. C capital, L ലേബറുമാണ്. ഈ സി 20% കൂടിക്കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ശതമാനം ചേഞ്ച് ആണ് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് പി ഒയിൽ ഉണ്ടാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കമ്പനി യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഔട്ട്പുട്ടിന്റെ ഫോർമുലയാണ് 5.3 C square L to the power 5. ഇതിനകത്ത് ക്യാപിറ്റൽ 20% കൂടിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റം വരുമെന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് മാറ്റം വരുന്നത്? ഈ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് നമുക്കറിയാം ഇതാണെന്നുള്ളത്. ഈ ക്യാപിറ്റലിൽ 20% ഇൻക്രീസ് ചെയ്താൽ എന്താകും? 120% ആകും. അത് വെച്ചിട്ട് 2 ഇക്വേഷൻ ആക്കിയിട്ട് അങ്ങനെ സോൾവ് ചെയ്യാം. അതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ഇതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. ലേബർ ടു ദ പവർ 5, ലേബറിന് ഒരു ചേഞ്ച് ഇല്ല. അതും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ആണ് ഇത്. ബാക്കിയല്ല. കോൺസ്റ്റന്റ് ഇൻറ്റു ക്യാപിറ്റൽ ടു ദ പവർ 2 അല്ലേ? ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ക്യാപിറ്റൽ 20% ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ R ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ ഫോർമാറ്റിൽ പി ചേഞ്ച് ചെയ്ത് ക്യൂവും ചേഞ്ച് ചെയ്തെങ്കിൽ നെറ്റ് എഫക്ട് എന്താ? A പ്ലസ് ബി പ്ലസ് ബി ബൈ 100% അല്ലേ? അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ സിയുടെ 20% ആണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. 20 പ്ലസ് 20 പ്ലസ് 20 ഇൻറ്റു 20 ബൈ 100 എന്ത് കിട്ടും? 44% ഇൻക്രീസ് എന്ന് കിട്ടും. അതായത് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് 44% ഇൻക്രീസ് ആയിരിക്കുന്നത്. എപ്പോഴാണ്? ക്യാപിറ്റൽ 20% ഇൻക്രീസ് ആയപ്പോൾ. ഇവിടെ നോക്കിയാൽ മതി. 5.3 ഒരു കോൺസ്റ്റന്റ് ആണ്. ലേബർ ഒരു മാറ്റവും വരുന്നില്ല. അതുകൊണ്ടാണ് അതെല്ലാം കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ക്യാപിറ്റൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അപ്പൊ ക്യാപിറ്റലിന്റെ പവർ 2 ആണ്. അപ്പൊ 2 ആയതുകൊണ്ട് ഏരിയയുടെ സൈഡ് സ്ക്വയറിന്റെ സൈഡ് സ്ക്വയർ അല്ല ഏരിയ എന്ന് പറയുന്നത്. അവിടെ കേസ് നമ്മൾ അപ്ലൈ ചെയ്തു. അതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു സർക്കിളിന്റെ ഏരിയ റേഡിയസിൽ മാറ്റം വരുന്നതുകൊണ്ട് എന്ത് ഏരിയയിൽ മാറ്റം വരുന്നു ചോദിക്കുമ്പോഴും നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? A പ്ലസ് ബി പ്ലസ് AB ബൈ 100 യൂസ് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഇങ്ങനത്തെ കോൺസ്റ്റൻസ് വരുമ്പോഴും പവർ 2 ആയിട്ടുള്ള സംഭവം മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. നമുക്ക് എന്ത് ചെയ്താൽ മതി? നെറ്റ് എഫക്ട് അപ്ലൈ ചെയ്യാം. A പ്ലസ് ബി പ്ലസ് AB ബൈ 100%. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 44% ഇൻക്രീസ് എന്ന് കിട്ടും. ഇപ്പൊ ഇതിപ്പോ സിയുടെ പവർ 3 ആണെന്നുകൊണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? 120% ആയിട്ട് എടുത്ത് ഇക്വേഷൻ പുതിയതാക്കിയിട്ട് ഡിഫറൻസ് എടുത്തിട്ട് എത്ര ഇൻക്രീസ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ പവർ 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നെറ്റ് എഫക്ട് വെച്ച് അപ്ലൈ ചെയ്യാം. A പ്ലസ് ബി പ്ലസ് AB ബൈ 100% വെച്ച്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 56ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ ഓർഗനൈസേഷൻ 40% employees are matriculants. 50% of the remaining are graduates. And the remaining 180 are postgraduates. What is the number of graduate employees? 180, 240, 300, 360. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിനകത്ത് 40% എംപ്ലോയീസ് എന്താണ്? മെട്രിക്കുലേറ്റ്സ് ആണ്. ഓക്കെ. ബാക്കിയുള്ളതിന്റെ
50% ആരാണ്? ഗ്രാജുവേറ്റ്സ് ആണ്. 180 പേരാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗ്രാജുവേറ്റ് എംപ്ലോയീസ് എത്രയാണ്? 180, 240, 300, 360. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് സൊല്യൂഷൻ നോക്കാം. ഓക്കെ, അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അല്ലെങ്കിൽ ഒരു യൂസും ഇല്ല ഇങ്ങനെ നോക്കി ഇരുന്നിട്ട്. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, 40% ആൾക്കാരെന്താണ്? മെട്രിക്കുലേറ്റ്സ് ആണ്. ഓക്കെ, ബാക്കിയുള്ളതിനകത്ത് 50% ആരാണ്? ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പൊ ബാക്കിയുള്ളത് എത്ര ശതമാനം ഉണ്ട്? ബാക്കിയുള്ളത് അപ്പൊ എത്ര? 60% ആണ്. ഇതിന്റെ 50% എന്ന് പറയുമ്പോൾ 30%. അത് ഗ്രാജുവേറ്റ്സ് ആണ്. ബാക്കി എന്താണ്? 30% തന്നെയാണ്. അതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന്റെ എണ്ണം നമുക്കറിയാം എത്രയാണ്? 180 ആണെന്നറിയാം. അപ്പൊ ഗ്രാജുവേറ്റ്സിന്റെ എണ്ണം ഒബ്വിയസ്ലി എന്തായിരിക്കും? 180 ആയിരിക്കത്തില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ടല്ലോ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇതിന് ആൻസർ കിട്ടും. എങ്ങനെയാ? ഒരു ഓർഗനൈസേഷന്റെ 40% ആൾക്കാർ മെട്രിക്കുലേറ്റ്സ് ആണ്. അത് പോട്ടെ. ബാക്കി 60%, അതിന്റെ 50% ഗ്രാജുവേറ്റ്സും 50% പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് 180 ആണെങ്കിൽ ഗ്രാജുവേറ്റ്സ് ഒബ്വിയസ്ലി എത്രയായിരിക്കും? 180 തന്നെ. രണ്ടുപേരും ഈക്വൽ ആണ്. നേരെ തന്നെ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു, സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. അത് 180 ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ. അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ. 57. A scored 30% marks and failed by 15 marks. B scored 40% marks and obtained 35 marks more than those required to pass. The pass percentage is 33%, 38%, 43%, 46%. A എന്ന് പറയുന്ന ആള് 30% മാർക്ക് വാങ്ങിച്ചു, എന്നിട്ട് 15 മാർക്കിന് തോറ്റുപോയി. ബി എന്ന് പറയുന്ന ആള് 40% മാർക്ക് വാങ്ങിച്ചു, 35 മാർക്ക് കൂടുതൽ വാങ്ങിച്ചു പാസ് മാർക്കിനേക്കാളും. ഇങ്ങനെയാണെങ്കിൽ പാസ് പെർസെന്റേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. പാസ് പെർസെന്റേജ് എത്രയാണ്? 57ാമത്തെ ക്വസ്റ്റ്യൻ. അത് ജനറൽ രീതിയിൽ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് 30% മാർക്കാണ് വാങ്ങിച്ചേക്കുന്നത്. 30% ടോട്ടൽ മാർക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. അതിന്റെ 30%. ബി എന്ന് പറയുന്നതോ 40% വാങ്ങിച്ചെന്ന് പറയുന്നത്. ഇനി എന്താ ഇവർ പറഞ്ഞേക്കുന്നത്? ഇവർ തമ്മിലുള്ള ഒരു ബന്ധം പറഞ്ഞേക്കുന്നത്. എ 30% വാങ്ങിച്ചാലും തോറ്റു എത്രയാണ്? 15 മാർക്കിന്. അപ്പൊ പാസ് മാർക്ക് നമുക്ക് എങ്ങനെ എഴുതാം? പാസ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം എത്രയാണ്? എയുടെ മാർക്ക് ഒരു 15 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആള് പാസ്സായേനെ അല്ലേ? അപ്പം ഇതാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബിക്ക് കിട്ടിയ മാർക്ക് 40% അതിന്റെ കൂടെ ഒരു 35 കുറച്ചിരുന്നെങ്കിൽ, എക്സ്ട്രാ ആണ് അയാൾക്ക് കിട്ടിയേക്കുന്നത്. 35 കുറച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? പാസ് മാർക്ക് കിട്ടിയത്. അപ്പൊ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. ഇത് ഇനി സോൾവ് ചെയ്ത് 30% ഇങ്ങോട്ട് എടുത്തു. അപ്പൊ 10% ഓഫ് എക്സ് എന്ന് പറയുന്നത് 35 അങ്ങോട്ടും എടുത്തു. അപ്പൊ 35 പ്ലസ് 15 50 എന്ന് കിട്ടി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 500 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ടോട്ടൽ മാർക്ക് നമുക്കറിയാം എത്രയാണ്? 500 ആണെന്ന് അറിയാം. ഇനി പാസ് മാർക്ക് നോക്കി. പാസ് പെർസെന്റേജ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? പാസ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? പാസ് മാർക്ക് എത്രയാണെന്നുള്ളത് നോക്കുക ബൈ ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് നോക്കുക ഇൻറ്റു 100. ഇവരാണ് പാസ് പെർസെന്റേജ് കിട്ടുന്നത്. പാസ് മാർക്ക് എത്രയാണ്? 30%. 500ന്റെ 30% അത് എത്രയാ? 150 ആണ്. 150 പ്ലസ് 15 165 എന്ന് കിട്ടും. 165 ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. 33% എന്ന് കിട്ടും പാസ് പെർസെന്റേജ്. പാസ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പാസ് മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. ഓൾറെഡി നമ്മൾ ടോട്ടൽ മാർക്ക് കണ്ടുപിടിച്ചു. പാസ് മാർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പാസ് മാർക്കും കിട്ടി. അപ്പൊ പാസ് പെർസെന്റേജ് കണ്ടുപിടിച്ചു 33% എന്ന് കിട്ടി. ക്ലിയർ? പക്ഷെ ഇത് ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യൻ അതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഒന്നും ചെയ്യേണ്ടായിരുന്നു. നോക്കി, എക്ക് 30% മാർക്ക് കിട്ടി. 15 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആള് പാസ്സായേ. ഓക്കെ. ബിക്ക് 40% മാർക്ക് കിട്ടി. 35 മാർക്കും കൂടെ കൂടുതലാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ. പാസ് പെർസെന്റേജ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ മനസ്സിലാവുക എന്താണ് പാസ് പെർസെന്റേജ്. 30-നും 40-നും ഇടയ്ക്കാണ്. 30 കിട്ടിയിട്ട് പാസ്സായില്ല, 40 കിട്ടിയിട്ട് കൂടുതലുമായി. 30-നും 40-നും ഇടയ്ക്കാണ്. അപ്പൊ തന്നെ നമുക്ക് 43, 46 ഓപ്ഷനിൽ നിന്ന് കളയാം. പിന്നെ ഉള്ളത് 33, 38. 33 വരുമോ 38 വരുമോ? ഏത് വരും? 30% മാർക്ക് വാങ്ങിച്ചപ്പോൾ 15 മാർക്ക് കൂടെ മതിയായിരുന്നു. 15 മാർക്ക്. പക്ഷെ 40% വാങ്ങിച്ചപ്പോൾ 35 മാർക്ക് കൂടുതലായിരുന്നു. അപ്പം 30-ന് കുറച്ചുകൂടെ അടുത്തോട്ടാണ് പാസ് പെർസെന്റേജ് വന്നേക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഏതാണ് ഓപ്ഷൻ എടുക്കാന്ന്? നേരെ എടുക്കുക. ഏതാ? 33%. ഇതൊന്നും ചെയ്യേണ്ടായിരുന്നു. നേരെ ഓപ്ഷൻ ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാം 33%. അതല്ലെങ്കിൽ 32, 33, 34 എന്നൊക്കെ പറഞ്ഞു കിടന്നിരുന്നെങ്കിൽ സോൾവ് ചെയ്യണമായിരുന്നു. ഓപ്ഷൻസ് ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ട്രൈ ചെയ്യാം. നമുക്ക് എപ്പോഴും ഓപ്ഷൻസിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ക്വസ്റ്റൻ ചെയ്യാനുള്ള ടൈം കിട്ടും. അത്ര പെട്ടെന്ന് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് പ്രത്യേകിച്ച് ഓപ്ഷൻസിൽ ചെയ്യാനുള്ള ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ആയിട്ടാണ് ഓപ്ഷൻസ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ട്രൈ ചെയ്യാം. പിന്നെ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എല്ലാത്തിനും യൂണിറ്റ് ഡിജിറ്റ് വേറെയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ടും ഓപ്ഷൻസിൽ നിന്ന് എടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 58. The price of an article was increased by R%. Later the new price was decreased by R%. If the latest price was ₹1, the original price was ₹1, ₹1 minus R square by 100, root of 1 minus R square by 100. Option D, ₹10,000 by 10,000 minus R square. എന്താ പറഞ്ഞേക്കുന്നതിനകത്ത്? ഒരു സാധനത്തിന്റെ വില ആദ്യം R% ഇൻക്രീസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അത് R% ഡിക്രീസ് ചെയ്തു. ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ₹1 ആ ഒറിജിനൽ പ്രൈസ് എത്രയാണെന്നാണ് ചോദ്യം. ഒറിജിനൽ പ്രൈസ് എത്രയാണ്? ഓക്കെ, ഒറിജിനൽ പ്രൈസ് എക്സോ ടിയോ ₹T ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ആദ്യം R% കൂടിയെന്ന് പറഞ്ഞു. R% കൂടിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് R% ഓഫ് P എന്ന് എഴുതി. 10% കൂടിയ 110%, 20% കൂടിയ 120%. ഓക്കെ, പിന്നെ R% കുറഞ്ഞ നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് R%. ആദ്യം R% കൂടി, പിന്നെ R% കുറഞ്ഞു. ഇത് ഈക്വൽ ടു എന്താണ്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി സിംപ്ലിഫൈ ചെയ്യാം. പിയുടെ വാല്യൂ എന്ത് വരും? ഇവിടെ 100, ഇവിടെ 100 വരും. അപ്പുറത്തോട്ട് എടുക്കുന്നത് 100 × 100 ബൈ 100 മൈനസ് R × 100 പ്ലസ് R. A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? സ്കൂളിൽ പഠിച്ചേ, പറഞ്ഞേ. A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എന്ത് വരും? ഇത് 10,000 ബൈ 10,000 മൈനസ് R സ്ക്വയർ. അതായത് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. അപ്പൊ R% ഇൻക്രീസ് ചെയ്താൽ നമുക്ക് 100 പ്ലസ് R% എഴുതാം. R% ഡിക്രീസ് ചെയ്താൽ 100 മൈനസ് R% എഴുതാം. അപ്പൊ 100 മൈനസ് R% ഓഫ് 100 പ്ലസ് R% ഓഫ് ഇ എന്ന് പറയുന്നത് ₹1. ഇപ്പോഴത്തെ വില ₹1. അത് സിംപ്ലിഫൈ ചെയ്യുന്ന ഉടനെ നമുക്ക് എന്ത് കിട്ടി? 10,000 ബൈ 10,000 മൈനസ് R സ്ക്വയർ എന്ന് കിട്ടി. ഓപ്ഷൻ ഡി. നെറ്റ് എഫക്ട് വെച്ചിട്ടും ചെയ്യാം. നെറ്റ് എഫക്ട് വെച്ചിട്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ഓഫ് മൈനസ് R സ്ക്വയർ ബൈ 100% എന്ന് കിട്ടും. അത് വെച്ചിട്ട് സോൾവ് ചെയ്യുമ്പോഴും എന്ത് കിട്ടും? നമുക്ക് ഇത് തന്നെ കിട്ടും. ചെയ്ത് നോക്കിയോ, അത് 10,000 ബൈ 10,000 മൈനസ് R സ്ക്വയർ തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ 59. When water is changed into ice, its volume increases by 9%. If ice changes into water, the percentage decrease in volume is 8, 28 by 109%, 9%, 10%, 18%. വെള്ളം ഐസ് ആയപ്പം അതിന്റെ വോളിയം എന്തായി? 9% കൂടി. ഈ ഐസ് തിരിച്ച് വെള്ളമാകുമ്പോഴോ എത്ര പെർസെൻറ്റേജ് ആണ് വോളിയത്തിൽ മാറ്റം ഉണ്ടാകുന്നതെന്നാണ് ചോദ്യം. അപ്പൊ വെള്ളം ഐസ് ആയപ്പം വോളിയം 9% കൂടി. ഐസ് തിരിച്ച് വെള്ളമാകുന്ന ഉടനെ എത്രയാണ് പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ വോളിയം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 100 ആയിരുന്നു വോളിയം എന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ടുണ്ട്. അത് ഐസ് ആയപ്പോൾ അത് എത്രയായി? 9% ഇൻക്രീസ് നടക്കുന്നത്. 9% കൂടി 109 ആയി. ഇപ്പൊ 109 ആയിരിക്കും. അത് തിരിച്ച് 100 എത്താൻ വേണ്ടി എത്രയാണ് ഡിക്രീസ് ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്താണ്? 109 100 എത്താൻ 9 കുറയ്ക്കേണ്ടത്. എവിടെ നിന്നാണ്? 109 ഇൻറ്റു 100. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻസ് കൂടെ നോക്കുക. ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. 8, 28 by 109%. ഓപ്ഷൻ എ 8, 28 by 109% കിട്ടും. അതായത് 100 ആണ് വോളിയം എന്ന് വിചാരിക്കുക. അത് 9% കൂടി 109 ആയി. തിരിച്ച് പഴയ പോലെ, അതായത് ഐസ് തിരിച്ച് വെള്ളമാകുന്നതുകൊണ്ട് 109 100 എത്തത്തില്ലേ? 9 കുറയുന്നത് 109 ഇൻറ്റു 100. അപ്പൊ നമുക്ക് 8, 28 by 109% എന്ന് കിട്ടും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. A tree increases annually by 1/8 of its height. By how much will it increase after 1/2 years? 2.5 years. If it stands today 8 meter high. Options. Option A 10.75 meter. Option B 11.85 meter. Option C 12.25 meter. Option D 15.60 meter. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഓരോ വർഷം ആ ട്രീ അതിന്റെ ഹൈറ്റിന്റെ 1/8 വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2.5 കൊല്ലം കഴിയുമ്പോൾ എത്രയാണ് ആ ട്രീയുടെ ഹൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ആ ട്രീയുടെ ഹൈറ്റ് എത്ര? 8 മീറ്റർ ഹൈ. ഓക്കെ, ഞാൻ ഈ 60ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതിന് മുന്നേ ജസ്റ്റ് പോപ്പുലേഷൻ ആഫ്റ്റർ n ഇയേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. പോപ്പുലേഷൻ ആഫ്റ്റർ n ഇയേഴ്സ് എന്ത് വരുന്നത്? P × 1 + R/100 to the power n.
അത് ഇപ്പോഴത്തെ പോപ്പുലേഷൻ പി ആണ്, 6% വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് n ഇയേഴ്സ് കഴിയുമ്പോഴുള്ള പോപ്പുലേഷൻ. സെയിം പോലെ തന്നെയാണ് ഇത്, ഹൈറ്റ് ഓഫ് ദ ട്രീ ആഫ്റ്റർ n ഇയേഴ്സ്. ഇപ്പോഴത്തെ ഹൈറ്റ് അറിയാം, ഇത്ര ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടൈം അറിയാം, 2.5 ഇയേഴ്സ്. 2.5 ഇയേഴ്സ് കഴിയുമ്പോൾ എത്രയാണ്? സെയിം രീതി തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താ? എത്ര ശതമാനം ഇൻക്രീസ് നമുക്ക് തന്നിട്ടില്ല. അതിന് പകരം 1/8 എന്നാണ് തന്നേക്കുന്നത്. 1/8 എന്ന് പറയുന്നത് ഫ്രാക്ഷനിലാണ് നമുക്ക് തന്നേക്കുന്നത്. ഇവിടെ നോക്കി, 6% ഇൻക്രീസ് ആണെങ്കിൽ 6/100 എന്ന് പറയുന്നത് എന്താ? ഒരു പെർസെന്റേജിനെ ബൈ 100 ചെയ്യുന്നുണ്ട്, എന്തായി? ഫ്രാക്ഷൻ ആയി. അപ്പൊ ഡയറക്ട്ലി നമുക്ക് ഈ 1/8 എന്ന് പറയുന്നത് എന്താണ്? 6/100ന്റെ വാല്യൂ ആണ് തന്നേക്കുന്നത്. മനസ്സിലായോ? അപ്പം ചിലപ്പോൾ പെർസെന്റേജ് ഇൻക്രീസിന് പകരം ഫ്രാക്ഷനിലാണ് തന്നേക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം 6/100ന്റെ വാല്യൂ ആണ് തന്നേക്കുന്നതെന്നാണ്. ഓക്കെ, ഇനിയും ചെയ്യാൻ നോക്കിയേ, ആ കൺസെപ്റ്റിൽ ചെയ്യാൻ നോക്കിയേ. ഹൈറ്റ് ഓഫ് ദ ട്രീ ആഫ്റ്റർ 2.5 ഇയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ട്രീ ആഫ്റ്റർ 2.5 ഇയേഴ്സ്. ഹൈറ്റ് ഓഫ് ദ ട്രീ ആഫ്റ്റർ 2.5 ഇയേഴ്സ്, 2.5 വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഹൈറ്റ് എത്രയാ? 8 ആണ്. 1 പ്ലസ് റേറ്റ് പെർസെന്റേജ് ആയിട്ടല്ല വന്നേക്കുന്നത്, അതിന് പകരം ഫ്രാക്ഷൻ ആണ്. അപ്പൊ 6/100 എന്നുള്ള വാല്യൂ വന്നേക്കുന്നത്. അപ്പൊ 1/8 ഡയറക്ട്ലി എഴുതാം. ടു ദ പവർ 2.5. ടു ദ പവർ 2 ആയിരുന്നെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വന്നേക്കുന്നത്? ഡെസിമൽ ആണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പവർ ഡെസിമൽ ഇങ്ങനെ വരുന്ന ഉടനെ നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് പവർ ഒരു നാച്ചുറൽ നമ്പർ വന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 8 into 1 plus 1/8 to the power 2. 2 വരെ അങ്ങനെ തന്നെ ആക്കി. എന്നിട്ട് 1 plus എന്തോ എഴുതും to the power 0.5 അല്ലേ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. 1/8 തന്നെ 0.5 ഉണ്ട്, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, 0.5 ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 0.5 ഡെസിമൽ മാറ്റി നാച്ചുറൽ നമ്പറിൽ അടുത്തത്തിൽ എത്തിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 2 ചെയ്തു. ഇൻറ്റു 2 ചെയ്യുമ്പോൾ അവിടെ എന്തായി? 0.5 into 1 വന്നു. അപ്പൊ അതിനെ ഇൻറ്റു ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? പകുതിയാക്കണം. അതായത് ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പൊ എന്ത് ചെയ്തു? ബൈ 2 ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഒരു ഡെസിമലിൽ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹോൾ നമ്പർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക, ബാക്കി അതോടെ എഴുതുക. 0.5 ആയിരുന്നു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളത് 1 ആക്കി. ബട്ട് റേറ്റിനെ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 2 ചെയ്തു. ഇനി എളുപ്പമായി. 8 into 1 plus 1/8 എന്ന് പറയുമ്പോൾ എന്ത് വരും? 9/8 എന്ന് കിട്ടി, അതിന്റെ സ്ക്വയർ. അപ്പൊ 9/8 into 9/8 into 1 plus 1/16 ആണ്, പവർ 1 ആണ്. അപ്പൊ ഒരു പ്രശ്നമില്ല. 1 plus 1/16 എന്ന് പറയുമ്പോൾ 17/16 എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുന്നുണ്ട് ലാസ്റ്റിൽ നമുക്ക് 10.75 എന്ന് കിട്ടും. 10.75 മീറ്റർ എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ കിട്ടും. 10.75 മീറ്റർ. ഇത് ഒന്നുകൂടെ പറയാം. അപ്പൊ ഇപ്പോഴത്തെ ഹൈറ്റ് അറിയാം 8 മീറ്റർ എന്നുള്ളത്. റേറ്റ് പെർസെന്റേജ് വന്നിട്ട് അതിന് ഫ്രാക്ഷൻ ആണ് നിൽക്കുന്നത്. അപ്പൊ നേരിട്ട് 6/100ന്റെ വാല്യൂ 1/8 എന്ന് കൊടുക്കും. അപ്പൊ 8 into 1 plus 1/8 to the power 2.5. അപ്പൊ ഡെസിമൽ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 2 വരെ ഉള്ളത് നമ്മൾ അങ്ങനെ തന്നെ എഴുതും. 8 into 1 plus 1/8 to the power 2. അത് അവിടെ തന്നെ എഴുതും. ബാക്കി എന്താ? 1 plus 1/8 to the power 0.5 ആയിരുന്നു. അപ്പൊ 0.5 എഴുതാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് നമ്പറോട് എത്തിക്കാൻ വേണ്ടി into 2 ചെയ്യും. ചുമ്മാ into 2 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റേറ്റിനെ പകുതിയാക്കും. ശരിക്കും ആ സംഭവം സെയിം തന്നെ അല്ലേ? 6 മാസത്തിൽ ഒരു റേറ്റ് വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷത്തേക്കാക്കി റേറ്റ് നമ്മൾ പകുതിയാക്കി. അപ്പം രണ്ടും ഇൻ എഫക്ട് സെയിം ആയില്ലേ? അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പൊ ടൈമിനെ നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ആക്കി. റേറ്റിനെ നമ്മൾ പകുതിയാക്കി. അപ്പൊ രണ്ടും ഒരേ എഫക്ട് തന്നെ വന്നു. മനസ്സിലായോ? അത് വെച്ച് സോൾവ് ചെയ്യുന്നതാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുന്നതാണെങ്കിൽ 10.75 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ എ 10.75 മീറ്റർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കി. 10.75, 11.85, 12.25, 15.60. ഇത് നമുക്ക് ഓപ്ഷൻസ് നിന്ന് ട്രൈ ചെയ്യായിരുന്നു. കാര്യം എന്താ? വൈഡ് റേഞ്ചിലാണ് കിടക്കുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. 8 മീറ്റർ ആയിരുന്നു ഇപ്പം ട്രീയുടെ ഹൈറ്റ്. അടുത്ത വർഷം ആകുമ്പോൾ എത്ര ആവും? അത് ഇതിന്റെ 1/8 എന്ന് പറയുമ്പോൾ 1 മീറ്റർ ആണ്. 1/8 കൂടി 1 മീറ്റർ കൂടി അത് എത്രയായി? 9 മീറ്റർ ആയി ഒരു വർഷം കഴിയുമ്പോൾ. പിന്നെ അടുത്ത വർഷം ആകുമ്പോഴോ 9ന്റെ 1/8. ഓക്കെ, അത് കൂടി 10 point something എന്ന് വരും. പിന്നെ ഒരു അര വർഷം കൂടെ വരുന്നത്. അപ്പൊ അന്നേരം എന്താണ്? 11ന്റെ മേളിൽ ക്രോസ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് വരും? 11ന്റെ മേളിൽ വരുന്ന 11.85, 12.25, 15.60 ഒന്നും വരില്ല. നമുക്ക് ആൻസർ എന്ത് വരും? 10.75 മീറ്റർ തന്നെ കിട്ടും. അപ്പൊ ഓപ്ഷൻസ് ഇങ്ങനെ വൈഡ് റേഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് നിന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ 10.75 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 61ാമത്തെ ക്വസ്റ്റ്യൻ. എ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം സ്റ്റേഷൻ എ വിത്ത് സം പാസഞ്ചേഴ്സ്. At station B, 10% of the passengers get down and 100 passengers get in. At station C, 50% get down and 25 get in. At station D, 50% get down and 50 get in, making the total number of passengers 200.
The number of passengers who boarded the train at station A was 400, 500, 600, 700. എന്താ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനില്? സ്റ്റേഷൻ എയിൽ ഒരു ട്രെയിൻ എടുത്ത് കുറച്ച് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേഷൻ ബിയിലെത്തിയപ്പോൾ 10% ആൾക്കാർ പോയി, 100 പേര് കയറി. അടുത്ത സ്റ്റേഷൻ സിയിലെത്തിയപ്പം 50% ആൾക്കാർ പോയി, 25 പേര് കയറി. സ്റ്റേഷൻ ഡിയിലെത്തിയപ്പോഴോ വീണ്ടും 50% ആൾക്കാർ ഇറങ്ങി, 50 പേര് കയറി. അങ്ങനെ ടോട്ടൽ 200 പേര് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര പേരാണ് സ്റ്റേഷൻ എയിൽ നിന്ന് കയറിയേക്കുന്നത്? ഓക്കെ, സ്റ്റേഷൻ എയിൽ നിന്ന് കയറിയ ആൾക്കാർ, സ്റ്റേഷൻ എയിൽ നിന്നുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്റ്റേഷൻ ബിയിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? സ്റ്റേഷൻ ബിയിലെത്തിയപ്പോൾ 10% ആൾക്കാർ പോയി. അപ്പം ബാക്കി എത്രയുണ്ട്? 90% ഉണ്ട്. പിന്നെ ഒരു 100 പേരും കൂടെ കയറി എന്നാണ് പറഞ്ഞേക്കുന്നത്. 100 പേരൂടെ കയറി. സ്റ്റേഷൻ സിയിലെത്തിയപ്പോഴോ? സ്റ്റേഷൻ സിയിലെത്തിയപ്പോൾ ഇതിന്റെ 50% പോയി. ഇതിന്റെ 50% പോയിട്ട് ബാക്കി എത്രയുണ്ട്? ബാക്കി 50%. ബാക്കി 50% എന്ന് പറയുമ്പോൾ എത്ര? അതിന്റെ പകുതി 45% ഓഫ് എക്സ് പ്ലസ് 50. ഇത് പ്ലസ് എത്ര പേരുടെ കയറി എന്ന് പറഞ്ഞേക്കുന്നത്? ഒരു 25 പേരൂടെ കയറി. സ്റ്റേഷൻ ഡിയിലെത്തിയപ്പോഴോ ഇതിന്റെ 50% പോയി, ബാക്കി 50% ഉണ്ട്. 50% എന്ന് പറയുന്നത് 1/2 ആണ്. ഹാഫ് ഓഫ് 45% ഓഫ് എക്സ് പ്ലസ് 75 എന്ന് എഴുതാം. 50 പ്ലസ് 25. പിന്നെ എത്ര പേരുടെ കയറി? 50 പേരുടെ കയറി. സ്റ്റേഷൻ ഡിയില് നമുക്ക് അറിയാം എത്ര പേരാണ്? 200 ആണ്. ഇത് ഇക്വേറ്റ് ചെയ്യുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ എത്ര വരും? ഹാഫ് ഓഫ് 45% ഓഫ് എക്സ് പ്ലസ് 75 എന്ന് പറയുന്നത് 50 അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പൊ 200 മൈനസ് 50 150 എന്ന് വന്നു. അപ്പൊ 45% ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്ലസ് 75 എന്ന് പറയുന്നത് 2 അങ്ങോട്ട് കൊണ്ടുപോയി 300 എന്ന് വന്നു. പിന്നെ മേളോട്ട് എഴുതാം. 45% ഓഫ് എക്സ് എന്ന് പറയുന്നത് 75 അപ്പുറത്തോട്ട് കൊണ്ടുപോയപ്പോൾ 225 എന്ന് എഴുതി. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരും? 225 ഇൻറ്റു 100/45 5 ടൈംസ് ആണ്. 500 പേരാണ് സ്റ്റേഷൻ എയിൽ കയറിയേക്കുന്നത്. ഒന്നുകൂടെ പറയാം. സ്റ്റേഷൻ എയിൽ നിന്ന് കയറിയേക്കുന്ന ആൾക്കാരുടെയാണ് വേണ്ടത്. എക്സ് ആയിട്ട് എടുത്തു. സ്റ്റേഷൻ ബി എത്തിയപ്പോൾ 10% ആൾക്കാർ പോയി. ഇപ്പൊ ബാക്കി എത്ര ഉണ്ട്? 90% പ്ലസ് ഒരു 100 പേരുടെ കയറി. ഓക്കെ, സ്റ്റേഷൻ സിയിലെത്തിയപ്പം ഇതിന്റെ 50% പോയി. ഇപ്പൊ ബാക്കി 50% ഉണ്ട്. 50 എന്ന് പറഞ്ഞാൽ പകുതിയാണ്. ഇതിന്റെ പകുതി 45, ഇതിന്റെ പകുതി 50, ഒരു 25 പേരുടെ കയറി. സ്റ്റേഷൻ ഡി എത്തിയപ്പോൾ ഇതിന്റെ പകുതി പോയി, ബാക്കി പകുതിയാണുള്ളത്. ബാക്കി പകുതി ഹാഫ് ഓഫ് 45% ഓഫ് എക്സ് പ്ലസ് 75, ഒരു 50 പേരുടെ കയറി. അപ്പൊ 200 ആയെന്നാ പറഞ്ഞേക്കുന്നത്. ഇത് ഇക്വേറ്റ് ചെയ്തു, പിന്നെ സിംപ്ലിഫൈ ചെയ്താണ്. സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 500 എന്ന് കിട്ടി. ഓപ്ഷൻ ബി 500 എന്ന് കിട്ടി. നമുക്കിത് നേരെ തിരിച്ചും സ്റ്റേഷൻ ഡി ബാക്കിലോട്ട് പോയിട്ടും സോൾവ് ചെയ്യാം. 500 എന്ന് കിട്ടും. നമുക്ക് വേറൊരു എളുപ്പ വഴിയുണ്ട്. ഇത് ഇങ്ങനെ ഇക്വേഷൻ പോലെ ഇങ്ങനെ ആക്കാതെ വേറൊരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് ഓപ്ഷൻ സി നിന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി നിന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എടുത്തേ. ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ 400. സ്റ്റേഷൻ എയിൽ 400 ആണെന്ന് വിചാരിക്കുക. അപ്പൊ സ്റ്റേഷൻ ബിയിൽ എത്തിയപ്പോ എന്താ? ഇതിന്റെ സ്റ്റേഷൻ എയിൽ എത്തിയപ്പോ 400. സ്റ്റേഷൻ ബിയിൽ എത്തിയപ്പോ എന്താ? ഇതിന്റെ 10% പോയി. 10% പോകുമ്പോൾ 40 പോയി, ബാക്കി 360, ഒരു 100 പേരുടെ കയറി 460. സ്റ്റേഷൻ സിയിൽ എത്തിയപ്പോ ഇതിന്റെ പകുതി പോയി, 230 പേര് പോയി, ബാക്കി 230 ഉണ്ട്, പ്ലസ് ഒരു 25 ഉണ്ട്. അപ്പൊ എത്ര? 255. സ്റ്റേഷൻ ഡിയിൽ എത്തിയപ്പോ ഇതിന്റെ പകുതി പോയി, ബാക്കി പോയി. ഇതിന്റെ പകുതി എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ഓപ്ഷൻ അല്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ എയിൽ നിന്ന് 500 പേര്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ബിയിൽ എത്തുമ്പോൾ സംഭവിച്ചു 10% ആൾക്കാർ പോയി. 500ന്റെ 10% 50, ബാക്കി 450 പ്ലസ് ഒരു 100 പേരുടെ. അപ്പൊ എത്രയായി? 550. സ്റ്റേഷൻ സിയിൽ എത്തിയപ്പോഴും അതിന്റെ പകുതി പോയി, അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 275 പ്ലസ് ഒരു 25 കൂടെ കയറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ 300 ആയി. സ്റ്റേഷൻ ഡിയിൽ എത്തിയപ്പോൾ അതിന്റെ പകുതി പോയി, അപ്പൊ ബാക്കി 150 ഉണ്ട്, പ്ലസ് ഒരു 50 പേരുടെ കയറി 200 വന്നെന്നും പറഞ്ഞു. 200 അല്ലേ വന്നേക്കുന്നത്? അതെ. ഇപ്പൊ സ്റ്റേഷൻ എയിൽ നിന്ന് എത്ര പേരെ കയറിയേക്കുന്നത്? സ്റ്റേഷൻ എയിൽ നിന്ന് 500 പേര്. ഓപ്ഷൻ സി ട്രൈ ചെയ്യുന്നത് വളരെ ഈസിയാണ്. നമുക്ക് ഓപ്ഷൻ ബി 500 എന്ന് കിട്ടും. 500. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 62ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 62. If the price of sugar falls by 1/2%, a person can buy 9 kg more of sugar for ₹1,260 than before. If the price had risen by 1/2%, how much sugar would you have bought for the same sum? 288, 312, 328, 336 kg. ഇപ്പൊ എന്താ പറയുന്നത് ഇവിടെ? ഷുഗറിന്റെ വില 2.5% കുറഞ്ഞപ്പോൾ ഒരാൾക്ക് 1260 രൂപയ്ക്ക് 9 കിലോയും കൂടെ കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ വില 12% കൂടിക്കഴിഞ്ഞാൽ എത്ര ഷുഗർ ഈ 1260 രൂപയ്ക്ക് ആൾക്ക് കിട്ടുക?
നമ്മൾ ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ 17ാമത്തെ ചെയ്തതാണ്. അതിന്റെ ഒരു പാർട്ട്, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വരെ നമ്മൾ സെയിം ടൈപ്പ് ചെയ്തതാണ്. അപ്പൊ നമ്മൾ 1260 രൂപ കൊണ്ട് കടയിലേക്ക് പോവാം. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഷുഗറിന്റെ വില 2.5% കുറഞ്ഞു. അപ്പൊ അങ്ങനെ ആയിരുന്നപ്പോൾ എനിക്ക് 9 കിലോയും കൂടെ കൂടുതൽ കിട്ടും. ഇൻ കേസ് 12% കൂടുമായിരുന്നെങ്കിൽ അയാൾക്ക് എത്ര കിലോ കിട്ടും? അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്യും? അതായത് നമുക്ക് 2.5% വില കുറഞ്ഞപ്പോഴാണല്ലോ നമുക്ക് 9 കിലോ എക്സ്ട്രാ കിട്ടിയത്. അതായത് 1260 2.5% പറയുന്നതാണ് ഈ 9 കിലോയുടെ വില എന്ന് പറയുന്നത്. 9 കിലോ ഷുഗറിന്റെ വിലയാണ് ഈ 2.5% ഇതിന്റെ 1260. അങ്ങനെയാണെങ്കിൽ ഈ 100%, 1260 രൂപയ്ക്ക് എത്ര കിലോ കിട്ടുമെന്ന് നോക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 9 × 100 / 2.5. 2.5 എന്നുള്ളതിനെ 5/2 എന്ന് എഴുതാം. എന്ത് കിട്ടും? 360 എന്ന് കിട്ടും. 360 kg. അതായത് 1260 രൂപയ്ക്ക് ഇപ്പം വില കുറഞ്ഞത് വെച്ചിട്ട് നമുക്ക് 360 കിലോ കിട്ടുമെന്ന് മനസ്സിലായി. 360 കിലോ എന്നുള്ളത് ആക്ച്വൽ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 351 കിലോ അല്ലേ കിട്ടുന്നത്. കാര്യം എന്താ? 9 കിലോ എക്സ്ട്രാ കിട്ടിയെന്നാ പറയുന്നത്. അപ്പൊ ആക്ച്വൽ പ്രൈസ് ആയിരുന്നെങ്കിൽ 351 കിലോയെ കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ പ്രൈസ് എത്രയാ? ഒറിജിനൽ പ്രൈസ് പെർ കെ ജി, 1 കിലോയുടെ ഒറിജിനൽ പ്രൈസ് എത്ര വരും? 1260/351. 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. എന്ത് വരും? 140/39 വരും. 140/39. ഇതാണ് ഒറിജിനൽ പ്രൈസ് എന്നുള്ളത്. ഇതുവരെ ആയിരുന്നു നമ്മൾ ആ 17ാമത്തെ ക്വസ്റ്റിന് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഫ്രാക്ഷൻ വരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 12% കൂടെ കൂടിക്കഴിഞ്ഞാൽ എത്ര കിലോ വാങ്ങിക്കാം? അപ്പൊ ഇതിന്റെ 12% കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 112% ഓഫ് 140/39. സിംപ്ലിഫൈ ചെയ്തത് 12% നമുക്കറിയാം ഫ്രാക്ഷൻ 1/8 ആണ്. അപ്പൊ 112.5 എത്രയാണ്? 9/8 ആണ്. അപ്പൊ 9/8 × 140/39. 3 വെച്ച് കട്ട് ചെയ്യാം, ഇത് 4 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 105/26 എന്ന് കിട്ടി. 1 കിലോയ്ക്ക് ഇപ്പം 105/26 ആണ് വില, 12% കൂട്ടിയപ്പോൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറ്റും? 1260 രൂപയാണ് മൊത്തം കയ്യിലുള്ളത്. ഒരെണ്ണത്തിന് 1 കിലോയ്ക്ക് എത്രയാണ്? 105/26. അപ്പൊ സിംപ്ലിഫൈ ചെയ്തേ 1260 × 26/105 എന്ന് കിട്ടും. ഓക്കെ, ഇതിനി കട്ട് ചെയ്യാം, 5 വെച്ച് കട്ട് ചെയ്യാം. 252 എന്ന് വരും. ഇനി എത്ര കൊണ്ട് കട്ട് ചെയ്ത്? നേരെ 21 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. 21 12 ടൈംസ് ആണ്. ഓക്കെ, 12 × 26 312 kg എന്ന് കിട്ടും. അപ്പൊ 12% വർദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് 1260 രൂപയ്ക്ക് 312 കിലോ വാങ്ങിക്കാൻ പറ്റും. ഓപ്ഷൻ ബി കിട്ടും. ഞാനിത് ഫുൾ ഒന്നുകൂടെ പറയാം. പ്രൈസ് 2.5% കുറഞ്ഞപ്പോൾ എനിക്ക് 9 കിലോയുടെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12% കൂടിക്കഴിഞ്ഞാൽ എത്ര വാങ്ങിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഇപ്പം 2% കുറഞ്ഞപ്പോൾ എനിക്ക് 9 കിലോ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ 100% എത്ര കിലോ വാങ്ങിക്കാൻ പറ്റും? 360 കിലോ എന്ന് കിട്ടും. അതാണ് വില കുറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയ കിലോ. അപ്പൊ ഒറിജിനലി എത്ര വാങ്ങിക്കായിരുന്നു? ആക്ച്വൽ പ്രൈസ് ആയിരുന്നെങ്കിൽ ഒരു 9 കിലോ ഇവിടെ കുറച്ചിട്ട് 351 കിലോ എന്ന് കിട്ടിയത്. അപ്പൊ ഒറിജിനൽ പ്രൈസ് എത്ര? 1260/351 140/39 എന്ന് കിട്ടി. ഇതാണ് ആക്ച്വൽ പ്രൈസ്. ഇപ്പൊ 12% കൂടെ കൂടി. അപ്പൊ എത്രയാ? കൂടിയപ്പോ നമുക്ക് 105/26 എന്ന് കിട്ടി. അപ്പൊ എത്ര കിലോ വാങ്ങിക്കാൻ പറ്റും? 1260/105/26. സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടെ 312 kg എന്ന് കിട്ടും. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ പെർസെന്റേജ് എന്ന് പറയുന്നത് വളരെ ഈസി ടോപ്പിക് ആണ്. പെർസെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെർ 100 എന്നുള്ളതാണ്. 100ൽ എത്രയാ? എക്സ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എക്സ് ഹൺഡ്രഡ്സ് എന്നുള്ളതാണ്. ഒരു വാല്യൂ ഇത്ര ശതമാനം കൂടി എന്ന് പറഞ്ഞാൽ 100 + x% ഓഫ് പി. ഇത്ര ശതമാനം കുറഞ്ഞെന്ന് പറഞ്ഞാൽ 100 - x% ഓഫ് പി. പോപ്പുലേഷൻ പി ആണെങ്കിൽ r% വെച്ച് കൂടുവാണെങ്കിൽ n ഇയേഴ്സ് കഴിയുമ്പോൾ എത്രയാ? p × 1 + r/100 to the power n. ഡിക്രീസ് ആണെങ്കിൽ p × 1 - r/100 to the power n. ഓരോ വർഷം ഓരോ റേറ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് റേറ്റ് പെർസെന്റേജിന് പകരം ഫ്രാക്ഷൻ ആയിട്ട് തന്നിരിക്കുന്നെങ്കിൽ r/100 പകരം ആ വാല്യൂ ആ ഫ്രാക്ഷൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, a is what percentage of b, express a as a percentage of b, what percent of b is a. അങ്ങനെയൊക്കെ വരുന്നത് എന്താ? a/b × 100. ഓഫ് കഴിഞ്ഞ് വരുന്ന ടേം ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, അടുത്ത മോർ ദാൻ ലെസ് ദാൻ കേസ് വരുന്നോണ്ട് ന്യൂമറേറ്ററിൽ അതിന്റെ ഡിഫറൻസ് a - b എന്നുള്ളത്, ഡിനോമിനേറ്ററിൽ ദാൻ കഴിഞ്ഞ് വരുന്ന ടേം ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെ? /100 ചെയ്യാം. തിരിച്ച് ഒരു ഫ്രാക്ഷനെ തിരിച്ച് പെർസെന്റേജ് ആക്കുന്നത് എങ്ങനെ? ×100 ചെയ്യാം. ഓക്കെ, x% of y എന്ന് പറയുന്നത് എന്താ? y% of x തന്നെയാണ്. x% of y + y% of x എന്ന് പറയുന്നത് എന്താ? 2% of xy ആണ്. ഒരു വാല്യൂ ആദ്യം a% ചേഞ്ച് ചെയ്തു, പിന്നെ b% ചേഞ്ച് ചെയ്താൽ നെറ്റ് എഫക്ട് എന്താ? a + b + ab/100%. ഇൻക്രീസ് ആണെങ്കിൽ പ്ലസും ഡിക്രീസ് ആണെങ്കിൽ മൈനസും കൊടുക്കും.
ടിപ്പിക്കൽ കേസ് ആയിട്ട് നമ്മൾ എന്ത് നോക്കി, എ പെർസെന്റേജ് ഇൻക്രീസും എ പെർസെന്റേജ് ഡിക്രീസും ആണെങ്കിൽ നെറ്റ് എഫക്ട് എന്താ, ഡിക്രീസ് ഓഫ് എ സ്ക്വയർ ബൈ 100% എന്ന് കിട്ടും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഏരിയ ഓഫ് എ സർക്കിൾ, സ്ക്വയർ, റെക്ടാംഗിൾ, പിന്നെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ടിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ സെയിൽസിന്റെ P/Q ഫോർമാറ്റ് വരുന്നത് അതെല്ലാം നെറ്റ് എഫക്റ്റിന്റെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും, പിന്നെ ഫ്രാക്ഷൻസ് 1/1, 1/2, 1/3 എല്ലാം പെർസെന്റേജ് ആക്കുന്നതും അതിന്റെ മൾട്ടിപ്പിൾസും എല്ലാം നന്നായിട്ട് ബയോട്ടായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ ഫാസ്റ്റ് ആക്കാൻ പറ്റും സിംപ്ലിഫിക്കേഷൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതേപോലെ ഓരോ ക്വസ്റ്റ്യൻസും കഴിയുന്ന തന്നെ സോൾവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സൊല്യൂഷൻ നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.